നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ എയറിലേക്ക് പോവാണ്. കയറ്റി വിട്ടത് നാഷണൽ സംഘികൾ. ഞാൻ നാഷണൽ സംഘികൾ എന്ന് പറയാൻ കാരണം കേരളത്തിൽ കുറച്ച് സംഘികൾ പ്ലസ് മതവിശ്വാസം കൂടിയ ആളുകൾ, അതിപ്പോൾ മോഡറേറ്റ് ആവാം, ആവറേജ് ആവാം, എക്സ്ട്രീം ആവാം, പിന്നെ കുറച്ച് മതവിശ്വാസം കൂടിയ ആളുകളും പിന്നെ എവിടെയെങ്കിലും ഇതേപോലെ ഒരു സാധനം വീണ് കിട്ടാൻ നിൽക്കുന്ന സംഘപരിവാർ മുഖങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് ചക്കനെ ഇറക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. വിഷയം വേറെ ഒന്നുമല്ല, അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്കിളിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ടെമ്പിൾ, ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സിന്ദൂരം തൊട്ട് കൊടുത്തു. ഇതാണ് വിഷയം. ഇതൊരു ആഴ്ചകളായിടേ, 2-3 ആഴ്ചയായി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട്. കേരളത്തിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വിവാദമായിരുന്നു ഇത്. പക്ഷേ ബ്രൂട്ട് ഇന്ത്യ കുറേ കാലമായിട്ട് മാഹിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ബ്രൂട്ട് ഇന്ത്യ ഇന്നലെ ഒരു പോസ്റ്റായിട്ട് ഇട്ടു. ദിസ് ട്രാവൽ വ്ളോഗർ സ്പാർക്ക്ഡ് എ കോൺട്രവേഴ്സി വിത്ത് എ വീഡിയോ ഓഫ് ഹിം അപ്ലൈയിങ് സിന്ദൂർ ടു ഹിസ് ഫ്രണ്ട്സ് ഫോർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എടുത്തടിച്ച്. ബ്രൂട്ട് ഇന്ത്യ ഇതിനു മുമ്പും മാഹിനെതിരെ കുറച്ചധികം സാധനങ്ങൾ ഇറക്കി പിടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നിപ്പോൾ റിപ്പോർട്ടറിൽ കണ്ടു, സ്ത്രീ സുഹൃത്തുക്കളുടെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി വ്ളോഗർ വിവാദം. അപ്പം ഇപ്പം ഇനി നോക്കിക്കോ, ഹൗ വേടൻ വിവാദം കത്തിയത് അതുപോലെ തന്നെ ഈ വിഷയവും ഇവിടുത്തെ സംഖ്യകൾ എന്താണെങ്കിലും കത്തിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ മാഹിൻ്റെ വ്ളോഗ് വീഡിയോ നമുക്ക് ആദ്യം തന്നെ കാണാം. ഓക്കെ, ഏത് വീഡിയോയിൽ എന്താണ് വിഷയം ഉണ്ടായെന്നുള്ളത് ആദ്യം നമുക്കത് നോക്കാം. ഫൈൻ. ഹലോ ഫ്രണ്ട്സ്, ചിക്കിറ്റവാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പുറകിൽ ആര് നിൽക്കുന്നതെന്ന് നോക്കിയാൽ നിമ്മിക്കുട്ടി തന്നെ സാരി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവാണ്. കൃഷ്ണക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് ഒന്ന് പൂജയൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് കേട്ടോ. അവർക്ക് സാരി ഉള്ളോട്ട് നേരത്തെ ഉണ്ട്. ബാക്കി വന്മാരുന്നുണ്ട് ഇവിടെ കിടന്നുറങ്ങുവാണ്. മുണ്ടൊക്കെ കൊടുത്ത് ബാക്കി എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ 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 ഹായ്, I cannot see you. ക്ഷേത്രത്തിലോട്ട് വന്ന കേട്ടോ. വളരെ ചെറിയ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കേട്ടോ. ഈ കാണുന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ വന്നത്. നമ്മള് ആരവല്ലിക്കാവ് ശ്രീ ദുർഗാഭദ്ര ദേവി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ രാവിലെ വന്നത്. രാവിലെ ഇവിടെ പണിയടക്കമാണ്. കയറിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് ഷർട്ട് ഊരണം കേട്ടോ. ആണുങ്ങൾക്ക് ഞാൻ തൽക്കാലം ഷർട്ട് ഊരാം. യെസ്, നമ്മളങ്ങനെ കുറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. If you don't want to be in video, you can share this side. Hey, how's Kenya? Good, right? Germany is good, right? Yeah, I love it. Very. എല്ലാവരും അമ്പലത്തിൽ പോയി എല്ലാവരും കുറിയൊക്കെ തൊട്ടു. ദാണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ചന്ദനവും നമ്മുടെ ചുവപ്പ് കുങ്കുമവും. Husband has to do, but behalf of your boyfriend, I'm doing for you. You're doing for all of us. Oh, it's good. You are married now. You are married woman. Congratulations. Okay. This behalf of her boyfriend. You want to try? No, it's joke. Yeah, of course, it's a joke. You're married to all this. How many women will you get married to? As much as One. possible. Tekla, you want to try? Yes, I want to marry. ഞാൻ തെക്ലായും കല്യാണം കഴിക്കാൻ വേണ്ടി പോകണം. ഇവിടെ കൊരവേട്. You married now. Me too. അങ്ങനെ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വ്ളോഗ് വീഡിയോ. തൊടുപുഴ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്. കുറേ അമ്പലത്തിലൊക്കെ നിങ്ങൾക്ക്, എനിക്കറിയില്ല, ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ച അമ്പലങ്ങളാണ് ഞാൻ അധികവും കണ്ടിട്ടുള്ളത്. ഇനി അല്ല അങ്ങനെ കയറാൻ പറ്റുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ കയറി പോകാൻ പറ്റുമോ എന്നുള്ളതൊരു സൈഡിൽ കുറേ അതിനെ അറിയുന്നവർ പറയണുണ്ടോ. ഞാനങ്ങനെ ഈ അമ്പലം ദൈവമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അമ്പലത്തിൽ പോക്കുന്നത് ഞാനില്ല. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി ഈ
സിന്ദൂരം തൊട്ടതാണ് വിഷയം. അമ്പലത്തിൽ കയറിയതിൻ്റെ കോൺട്രവേഴ്സി ഇനിയിപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോൾ രണ്ടാമതും ചർച്ചയാവും. ആദ്യം ഒന്ന് ചർച്ച ചെയ്ത് വളരെ ലോ ലെവലായതുകൊണ്ട് ഇനി ഹൈ ലെവൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ഈശ്വറോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയുമല്ലോ. മൂപ്പരൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ കൊട്ടി എഴുന്നള്ളി വരാനുള്ളത്. അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പാടുമോ, വിഗ്രഹം ഷൂട്ട് ചെയ്തു, പല 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 സാധനങ്ങൾ ഇതിനകത്ത് വരും. ഇപ്പോഴത്തെ കോൺട്രവേഴ്സി സിന്ദൂരമാണ്. ഓക്കെ, ഈ സിന്ദൂരം ഇപ്പോൾ റീസെൻ്റ്ലി പഹൽഗാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിക്ക് സിന്ദൂർ എന്നുള്ള പേരും കൂടി വന്നതോടുകൂടി സിന്ദൂരം എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ലെവൽ തന്നെ ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് മാറി. മറ്റത് സിന്ദൂരം തൊടുക, സിന്ദൂരം തൊടാതിരിക്കുക, കല്യാണം കഴിഞ്ഞവർ എത്രയോ ആളുകളുണ്ട്. ഹിന്ദുക്കൾ സിന്ദൂരം തൊട്ട് നടക്കുന്നവരുണ്ട്, തൊടാതെ നടക്കുന്നവരുണ്ട്. സ്നേഹം ഒന്ന് സിന്ദൂരം തൊട്ട് ഞാൻ കണ്ടിട്ടില്ല. കല്യാണത്തിൻ്റെ അന്നെങ്ങാണ്ട് സിന്ദൂരം തൊട്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള സ്നേഹം സിന്ദൂരം തൊട്ട്. ശരിക്കും ഹിന്ദു മതാചാരപ്രകാരം സിന്ദൂരം കല്യാണം കഴിഞ്ഞാൽ തൊടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതല്ലാതെയും കുറേ ആളുകൾ, ഇപ്പോൾ ഹെലൻ, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ഡൂഡ്, ഹെലൻ സ്പാട്ട. ഹെലൻ സിന്ദൂരം തൊട്ട് നടക്കാറുണ്ട്. പക്ഷെ അതെന്തോ വേറെന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്, കല്യാണം കഴിഞ്ഞിട്ടല്ല, ബട്ട് സിന്ദൂരം തൊട്ട് നടക്കാറുണ്ട്. അപ്പോൾ സിന്ദൂരം എന്ന് പറഞ്ഞത് റിലേറ്റഡ് ആയിട്ട് പല ആചാരങ്ങളുണ്ട്, പല രീതിയിലാണ് കാര്യങ്ങൾ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഓക്കെ, ഇത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക സങ്കടവും വിഷമമൊക്കെ ഇതിൽ വരും, വരാതിരിക്കുകയൊന്നുമില്ല, അത് ഉറപ്പാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടവും വിഷമമൊക്കെ വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മാഹിൻ്റെ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുമല്ലോ, ആ ചെക്കനത് വേണമെന്ന് വെച്ചൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു ഹിന്ദു അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അവൻ കുറച്ച് ഫോറിൻ പീപ്പിൾസിനെ കൊണ്ടുവന്നു, നമ്മളുടെ ആചാരം അനുഷ്ഠാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അമ്പലത്തിൽ വളരെ മാന്യമായിട്ട് ഷർട്ട് ഊരി അവൻ കൊണ്ടുപോയി. അവിടുന്ന് പുറത്തു വന്നു. ആൻഡ് ആ കൾച്ചർ അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ഒപ്പം അവരെ കൊണ്ടുപോയതും ഒപ്പം അവിടെ ചുറ്റും കൂടി നിന്നവർക്കൊക്കെ വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അതൊന്നും ആരും അവിടെ ചെയ്തിട്ടില്ല. സോ അവർ ആ ഒരു സെൻസിൽ അവിടെ അത് ചെയ്തു, അവർ പോകുന്നു. ആൻഡ് ഇത് മാത്രമല്ല, ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇവൻ തന്നെ വീഡിയോ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം അത്യാവശ്യം സീനായി, ഇവൻ്റെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര വിഷയമായി നടന്നപ്പോൾ ടെമ്പിൾ ജിഹാദ് എനിക്ക് വധഭീഷണി എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ട് ഇവൻ തന്നെ അതിൽ മാപ്പും പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. അതും കൂടി നിങ്ങളൊന്ന് കാണും. അപ്പോൾ ഇപ്പൊ വന്നത് റീച്ചിനൊന്നും വേണ്ടിയല്ല കേട്ടോ. ഇപ്പൊ ഞാൻ വന്നത് ഒരു ക്ഷമാപണം നടത്താനാണ്. ആ ക്ഷമാപണം നടത്തുന്നതെന്ന് പറയുമ്പോൾ എന്നെ കാണുന്ന, എന്നെ വീഡിയോ കാണുന്ന, എന്നെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ട, മാത്രമല്ല ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന, ഹിന്ദു മത ആചാരങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതെല്ലാം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവരെടുത്ത് എനിക്ക് കുറച്ച് ക്ഷമാപണം നടത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിനുള്ള ഒരു ക്ഷമാപണമാണ്. അപ്പം അങ്ങനെ ധാരാളം കോൺട്രവേഴ്സീസ് ഉണ്ട്. പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് റിപ്ലൈ ചെയ്യാൻ വരുന്നത്. എനിക്കെന്ന് പറയുമ്പോൾ ഞാനിപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പല ആൾക്കാർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അതേസമയം എനിക്കെന്ന് പറയുമ്പോൾ റിലീജിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം റിലീജിയൻസിൽ ധാരാളം സംസ്കാരങ്ങളുണ്ട്. സംസ്കാരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലോകം വളരെ ബോറാണ്. എനിക്ക് പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ്, ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്തുമത ആരാധനാലയങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്, ഹിന്ദുമത എന്താ പറയുക ടെമ്പിൾ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്, യഹൂദരുടെ ക്ഷേത്രങ്ങൾ, യഹൂദരുടെ പള്ളികളിൽ പോകാൻ ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഇഷ്ടമാണ്. ഞാൻ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കയറിയതിന്റെ കാരണം എനിക്ക് അവിടെ പോയി വ്രതപ്പെടുത്തണം എന്നുള്ള ഒരു സംഭവമില്ല. മുസ്ലിം കുടുംബത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് ഹിന്ദു മതത്തിലെ എല്ലാ ആചാരങ്ങളോടും വലിയ ധാരണയൊന്നും കാണില്ല. ചിലപ്പോൾ എന്റെ ഉമ്മാക്ക് കൂടുതൽ കാണും. കാരണം എന്റെ ഉമ്മ ഇത്രയും നാൾ ജീവിച്ചു. ഞാൻ 20 വർഷത്തോളം, 24 വർഷമായി ഇപ്പം ജീവിച്ചു തുടങ്ങി. 24 വർഷമായിട്ട് ജീവിക്കുന്നു. 24 വയസ്സാണ്. അപ്പോൾ എനിക്ക് എല്ലാം അറിയണമെന്നില്ല. അപ്പം സത്യത്തിൽ എനിക്ക് ഈ സിന്ദൂരത്തിന് ഇത്ര മഹിമയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾ കണ്ടിട്ടാണ് ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയത് സിന്ദൂരത്തിന് ഇത്രയും മഹിമ ഉണ്ടെന്ന്. അതായത് അപ്പോൾ അതിൽ ഞാൻ ക്ഷമ വയ്ക്കുകയാണ് എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്തും, ഈ വീഡിയോ ഇനി കാണാൻ ഇടയാവുന്നവർക്കും, അല്ലെങ്കിൽ എല്ലാ ഹിന്ദുമത വിശ്വാസപ്രകാരം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് എൻ്റെ ഒരു ക്ഷമാപണം നടത്തുവാണ്. ഞാൻ ഒരിക്കലും അമ്പലത്തിൽ കയറിയിട്ട് വ്രതപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ എന്താ പറയുക വേറൊരു രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കണമെന്നോ അത് വീഡിയോയ്ക്ക് റീച്ചാക്കാൻ വേണ്ടി ചെയ്തതെന്നുമല്ല. പല ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഉത്തരേന്ത്യക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കുറിച്ച് എന്തൊക്കെ എഴുതി പടർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലവിളികൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതിലൊന്നും പേടിക്കുന്നില്ല എന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. മുംബൈയിൽ വന്നപ്പോൾ വീണ്ടും സ്റ്റോറി ഇടാത്തത് തന്നെ പേടിച്ചിട്ടാണ് കേട്ടോ. കാരണം RSSന്റെ ഒക്കെ കോട്ടയാണല്ലോ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനമൊക്കെ. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരിക്കലും പേടിക്കുന്നില്ല.
അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരോടും ഒരു സോറി വീണ്ടും പറയുകയാണ് കേട്ടോ. ക്ഷമിക്കണം, ഞാൻ എന്തായാലും തെറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ളത് ആവർത്തിക്കില്ല. അഥവാ ഇനി ഉള്ളത് അറിവില്ലായ്മയുടെ പേരിൽ എന്തെങ്കിലും ആവർത്തിച്ചാൽ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ഹിന്ദു മതത്തിൽ മാത്രമല്ല ഇസ്ലാം മതത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇസ്ലാം മതം നല്ലതുപോലെ ഫോളോ ചെയ്യുന്ന വിശ്വസിക്കുന്ന പല ആളുകൾക്കും അത് വിഷമായി പോയിട്ടുണ്ട്. കാരണം അറിവില്ലാതെ കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു വിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു തെറ്റിന്റെ പേരിൽ എല്ലാവർക്കും ക്ഷമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സംഗതി ചെക്കൻ അന്ന് തന്നെ മാപ്പും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ വിഷക്കല ടീച്ചർ ഇറങ്ങും, മധു ഇറങ്ങും, പിന്നെ പല മാളത്തിലിരിക്കുന്ന ക്ഷുദ്രജീവികളും പുറത്തിറങ്ങും. അതായത് സംഘ് ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകത ഇനിയാണ്. നാഷണലി ഇത് ഏറ്റെടുത്തു സംഘ്. ഉത്തരേന്ത്യയിലൊക്കെ ചെക്കന് അത്യാവശ്യം ഇതിന് മുമ്പും പല വിവാദങ്ങളിലും ഇവൻ ആ ബെൽറ്റിലൊക്കെ ഫേമസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നോ നാളേക്ക് ആയിട്ട് ചർച്ചകൾ മുറുകാനുള്ള എല്ലാ വഴിയും ഞാൻ ഇവൻ്റെ കേസിൽ കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫോറിൻ ഫ്രണ്ട്സ് അവർ നമ്മളെ നാടിനെക്കുറിച്ചും നമ്മളെ കൾച്ചറിനെ കുറിച്ചും നമ്മൾ ആളുകൾ അവരെ ട്രീറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്. അത് അവർ എക്സ്പീരിയൻസ് ചെയ്ത നമ്മളുടെ ഒരു എന്താ പറയുക, അതിഥികളെ സ്വീകരിക്കുന്ന ഒരു നമ്മളുടേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടല്ലോ. നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ രാജ്യം അങ്ങനെയാണ്, നമ്മുടെ നാട്ടുകാരങ്ങനെയാണ്. അവരിതൊന്നും അറിയുന്നില്ല. ഇവൻ്റെ വ്ളോഗിൽ തന്നെ ഇവൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇത്രയും നല്ല നാടായിരുന്നു ഇന്ത്യ, എസ്പെഷ്യലി കേരള, ഇത്രയും നല്ല ആളുകളാണ് കേരളത്തിലുള്ളതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇവരെന്തോ ഭയങ്കര പേടിയായിരുന്നു ഇവർക്ക് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വരാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഈ വാം വെൽക്കം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർ ഭയങ്കര സന്തോഷത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. India was just like okay, I was scared. I was really scared to come to India. I had so many decisions like, should I go, should I not go, should I tell Mahin I want to go, should I not tell him? And I didn't know what to expect because I was being like told so many bad things. I was like, oh, don't travel, like maybe you may get raped, maybe you may get like this. But Kerala is like, it's giving me like, I'm even like feeling so emotional because it's giving me a very like, you know, so much love that I know I cannot like give it back, you know, but I feel so much love that I cannot explain. Like I feel like I'm home, like I don't know, like I don't want to go back. So sad. വിസ ആക്ച്വലി ഒരു 10 ദിവസത്തിനുള്ളിൽ തീരും കേട്ടോ. അപ്പം നിമ്മി ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണൽ ആയി. അതായത് നമ്മളിപ്പോൾ അവരുടെ രാജ്യത്തെ ഒരാളെ വെൽക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. നിമ്മി എൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോഴും ഞാൻ കുറേ മലയാളികളുടെ വീട്ടിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവർ നിമ്മിയൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു കേട്ടോ. അപ്പം തന്നെ ഞാൻ നിമ്മിയെ പറയും, ഇതൊന്നും ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ നല്ല ആളുകളാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് നിമ്മിക്ക് ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പറയുന്ന കേരളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്, വരാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നിമ്മി വന്നത് കേട്ടോ. പക്ഷെ നിമ്മി വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്, ഇവിടുത്തെ ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്തു, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇത്രയും ഭയങ്കര അറ്റാച്ച്ഡ് ആക്കിയത്. കാരണം കേട്ടോ നല്ല വിഷമമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പേടിച്ച് നിന്നൊരു ലേഡി ആയിരുന്നു. അവർ ഇന്ത്യയിൽ വന്നു, എസ്പെഷ്യലി കേരളത്തിൽ വന്ന് നമ്മളെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മളെ ആളുകളുടെ സ്വഭാവം അവർക്ക് മനസ്സിലായി, നമ്മൾ എത്രത്തോളം വെൽക്കമിങ് ആണെന്ന് മനസ്സിലായി, നമ്മളെങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ ആളുകളാണ് അവർ. ഓക്കെ, ഇങ്ങനൊരു വിവാദം ഇനി ഇന്ത്യയിൽ പൊട്ടിമുളയ്ക്കുമ്പോൾ എന്താ അവരൊക്കെ നമ്മളെക്കുറിച്ച് വിചാരിക്കുക എന്നുള്ളതും കൂടി നിങ്ങൾ മൈൻഡിൽ വയ്ക്കണം. കാരണം ഇത് വിവാദം പൊട്ടിക്കാൻ മാത്രമുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ ഇത് മാഹിൻ ആയതുകൊണ്ട് ഇച്ച്കിൻ നൊമാഡ് എന്ന് പറഞ്ഞുള്ള ഒരു പേരിൽ ഇതിനു മുമ്പും പല വിവാദങ്ങളും പല രീതിയിലും മതമായിട്ടും പല രീതിയിലായിട്ട് കലർന്നു വന്നതുകൊണ്ടും സംഘ് ബെൽറ്റിന് ഇവൻ ഓൾറെഡി ഒരു നോട്ടപ്പുള്ളി ആയതുകൊണ്ടും ഏറ്റെടുത്ത് കൊണ്ടുപിടിച്ച് ഇതിനകത്ത് ഇവനെ തീർത്ത് കളയാന്നൊക്കെയുള്ള വിചാരങ്ങൾ പലതും ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരെ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ ഈ ചെയ്തൊരു കാര്യം, ഓക്കെ, അവൻ്റെ ബാക്കി വിവാദത്തിലെ വിഷയങ്ങൾ ഞാൻ തന്നെ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്തൊരു പെർട്ടിക്കുലർ കാര്യം ഇൻറ്റൻഷനലി ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ഇവൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറയുന്ന വേട്ടാവളിയന്മാർ ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്കീമായിട്ട് എനിക്ക് പേഴ്സണലി ഇത് കാണാൻ പറ്റും. എന്നാണ് ഈ മാപ്പ് ചോദിച്ചതോടെ ഒരാൾ ചെയ്ത് തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിന് വലിയ കാര്യം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാപ്പ് ചോദിച്ചു, ഈ മാപ്പ് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ മണ്ടന്മാരിഞ്ഞി മണ്ടത്തികളും ഇറങ്ങി തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ വിവാദം ഉണ്ടാക്കിക്കോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നതില്ല.
ഓക്കെ. എന്താണെങ്കിലും സംഘിന് അടുത്തൊരു കോണ്ടന്റ് കിട്ടി.